ദിലീപ് ഇപ്പോൾ വോട്ട് ചെയ്യാനായി ആലുവ സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. കാവ്യമാധവനും ഒപ്പമുണ്ട്. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് വോട്ട് ചെയ്യാനായി ദിലീപ് എത്തിയിരിക്കുന്നത്. കുറ്റവിമുക്തനായ ശേഷമുള്ള ദിലീപിന്റെ പിറ്റേ ദിവസമാണ് വോട്ട് ചെയ്യാനായി ആലുവയിലെ സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് ദിലീപും കാവ്യമാധവനും അടക്കമുള്ള കുടുംബാംഗങ്ങൾ. മുബഷീർ നമുക്കൊപ്പം. മുബഷീർ, ആലുവ സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലാണ് ദിലീപിനും കാവ്യയ്ക്കും വോട്ടുള്ളത്. ഇപ്പോൾ വോട്ട് ചെയ്യാനായി രണ്ടുപേരും എത്തിയിരിക്കുന്നു. മറ്റ് കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇതേ ബൂത്തിൽ വോട്ടുള്ളവർ ഒപ്പം? ദിലീപും സഹോദരൻ അനൂപും ദിലീപിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള കാവ്യമാധവനാണ് അല്പസമയം മുമ്പ് ഇങ്ങോട്ടേക്ക്, അതായത് ആലുവ നഗരസഭയിലെ പാലസ് ഡിവിഷനിലെ സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലേക്ക് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെയാണ് ദിലീപിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ദിലീപിനോടൊപ്പം ഭാര്യയായിട്ടുള്ള കാവ്യമാധവനുണ്ട്. അതോടൊപ്പം തന്നെ സഹോദരനായിട്ടുള്ള അനൂപ് ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങളുമായിട്ടാണ് ദിലീപ് ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിശേഷം ഇന്നലത്തെ കോടതി വിധിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ തുടർച്ചയായി അദ്ദേഹം പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അതിലെന്തായിരിക്കും തുടർ പ്രതികരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഒരു വിഷയത്തിൽ എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളതാണ് ഈ കാണേണ്ടത്. വോട്ട് ഇപ്പോൾ രേഖപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ആലുവ നഗരസഭയിലെ പോളിംഗ് ബൂത്തിലെത്തിയാണ് ഇപ്പോൾ ദിലീപും കാവ്യയും സഹോദരൻ അനൂപും ഇവിടെ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തോളം തന്നെ അവർ വോട്ട് രേഖപ്പെടുത്തി പുറത്തു വരുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ അവരെ കാണാൻ സാധിക്കും. ദിലീപുമുണ്ട്, കാവ്യയുമുണ്ട്. പക്ഷേ ഈ കോടതി വിധിക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും കാവ്യമാധവൻ ഇങ്ങനെ പുറത്ത് പ്രത്യക്ഷപ്പെടുന്നത്, മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉൾപ്പെടെ ഒരുമിച്ചുള്ള ഒരു പ്രതികരണത്തിന് സാധ്യതയുണ്ടല്ലേ? ഈ വോട്ട് തീർച്ചയായും അനുകൂലമായിട്ടൊരു കോടതി വിധി, കോടതി കുറ്റവിമുക്തനാക്കിയതിനു ശേഷമുള്ള ഒരു പ്രതികരണം, അത് രണ്ടുപേരുടേതും ഒരുമിച്ചുണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. വിശേഷം ഈ ഒരു വിഷയത്തിൽ ഇതുവരെ കാവ്യമാധവന്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടില്ല. എങ്കിലും കാവ്യയുടെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അവർ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിലീപിന്റെ ഒരു പ്രതികരണം തേടാമെന്നാണ് വിചാരിക്കുന്നത്. ആലുവ സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. വോട്ട് ചെയ്ത ശേഷം ഭാര്യ കാവ്യമാധവന് പുറത്തേക്ക് വരും. പോളിംഗ് ബൂത്തിന് പുറത്തു വെച്ച് മാത്രമേ പ്രതികരണങ്ങൾ സാധ്യമാവുകയുള്ളൂ. പോളിംഗ് ബൂത്തിന്റെ പരിധി കഴിഞ്ഞ ശേഷമായിരിക്കും പ്രതികരണം. പോളിംഗ് ബൂത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ദിലീപ്. പ്രതികരണത്തിനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാധ്യമങ്ങൾ ഗൂഢാലോചനയെ പറ്റിയൊക്കെ ചോദിച്ചു, പക്ഷേ ദിലീപ് പ്രതികരിച്ചിട്ടില്ല. മുബഷീർ നമുക്കൊപ്പമുണ്ട്. മുബഷീർ, ചോദ്യം ചോദിച്ചു, പക്ഷേ ഗൂഢാലോചനയെക്കുറിച്ചോ ഒന്നും തന്നെ പ്രതികരിക്കാൻ ദിലീപ് തയ്യാറായില്ല. കാവ്യയും പ്രതികരണത്തിന് നിന്നില്ല അല്ലേ? ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും കാവ്യമാധവനും ദിലീപും തയ്യാറായിട്ടില്ല. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവർ തിരിച്ചു പോകുന്ന കാഴ്ചയാണ്. വഴിവക്കിൽ കാത്തു നിൽക്കുന്ന ആരാധകരോട് കൈവീശി അഭിവാദ്യം ചെയ്തു തിരിച്ച് വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത് എന്നിവിടെ മനസ്സിലാക്കാൻ. എന്തായാലും മാധ്യമങ്ങളോടൊന്നും തന്നെ പറയാൻ ദിലീപ് തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം വലിയ ആരോപണം ദിലീപ് ഉന്നയിച്ചിരുന്നു. പോലീസിലെ അന്വേഷണ സംഘത്തിനെതിരെ ഉന്നയിച്ചിരുന്നു. ശേഷം നിയമ നടപടിക്ക് ദിലീപ് ഒരുകുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു അദ്ദേഹം ഇവിടെ വോട്ട് ചെയ്യാനെത്തിയ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ദിലീപ് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. തിരിച്ച് വീട്ടിലേക്ക് പോയിരിക്കുന്നു. എന്തായാലും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ലഭിക്കുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. വിശേഷം ഇന്നലെ കോടതി വിധിക്ക് ശേഷം ദിലീപ് കോടതി വളപ്പിൽ വെച്ച് തന്നെ ഗൂഢാലോചനയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നിയമപരമായ നടപടികളിലേക്കും കടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അന്വേഷണ സംഘത്തിനെതിരായ നിയമ നടപടികളൊക്കെ ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ ആ വാർത്തയിലേക്ക് എത്താം.